വയനാടൻ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അരപ്പിനായിട്ട് 1 ഗ്ലാസ് തേങ്ങയും 5-6 കുഞ്ഞുള്ളിയും 3-4 വെളുത്തുള്ളി അല്ലിയും ഒപ്പം തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഇത്തിരി കരിയാപ്പിലയും കൂടി അരച്ചെടുത്തതിന് ശേഷം 3-4 മാമ്പഴം തൊലി കളഞ്ഞെടുത്ത് കഴിയുമ്പോൾ സ്റ്റൗവിൽ ഒരു ഉരുളി വെച്ച് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇത്തിരി കരിയാപ്പിലയും ഒപ്പം തന്നെ ഇത്തിരി കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒപ്പം തന്നെ അരപ്പും ചേർത്ത് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം 3 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങാപ്പഴവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം മാമ്പഴം എല്ലാം തിരിച്ചിട്ട് വേവിക്കണം. അത് കഴിയുമ്പോൾ കടുക് താളിച്ച് എടുക്കാവുന്നതാണ്. കറി തിളച്ചതിന് ശേഷം സ്റ്റൗ മീഡിയത്തിലിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെയാണ് മാങ്ങ പീസാക്കി കറി വെക്കുന്നതും. മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ അതിൽ തൈര് ചേർക്കും. തന്നെയുമല്ല, ആ കറിക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഈ കറിക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ.